രതീഷ്, മോക്ക് പോളിംഗ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ മോക്ക് പോളിംഗ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ അത്തരത്തിൽ ആദ്യ രാവിലെ വോട്ടിടുന്നതിന് വേണ്ടി കുറച്ച് ആളുകൾ ഇവിടെ എത്തി, പിന്നീട് ഈ സമയമൊന്നും ആയിട്ടില്ല എന്ന് കരുതി അവർ തിരികെ പോയിട്ടുണ്ട്. എന്തായാലും ചേലക്കര വിധി എഴുതാൻ ഒരുങ്ങി കഴിഞ്ഞു. രാവിലെ 7 മണി മുതലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അത്തരത്തിൽ രാവിലെ ഇപ്പോൾ അങ്ങനെ മറ്റാരും വോട്ടിടുന്നതിന് വേണ്ടി ഇപ്പോൾ എത്തിയിട്ടില്ല. സമയം ആകുന്നതേ ഉള്ളൂ. കാരണം ഗ്രാമപ്രദേശമാണ്. അവർക്ക് അങ്ങനെ പോയിട്ട് പ്രത്യേകിച്ച് സാധാരണ നമുക്കറിയാം, ഇത്തരത്തിൽ രാവിലെ എത്തുന്ന ആളുകളിൽ ഭൂരിഭാഗവും ഈ ജോലിക്കൊക്കെ പോകുന്ന സർക്കാർ ജോലിക്കാരോ ഉദ്യോഗസ്ഥരൊക്കെ ആയിരിക്കും അത്തരത്തിൽ രാവിലെ വന്ന് വോട്ടിട്ടിട്ട് പോകുന്ന ആളുകളെന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു ഗ്രാമമണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ രാവിലെ എത്തുന്ന ആളുകൾ വളരെ കുറവാണ്. എന്തായാലും ഞാനിപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മളിപ്പോൾ ഈ വോട്ടിംഗ് പാറ്റേൺ, ചേലക്കരയുടെ വോട്ടിംഗ് പാറ്റേണൊക്കെ നമ്മളൊന്ന് നോക്കുകയായിരുന്നു. ആ സമയത്ത് ഈ മണ്ഡലം എന്താണ് ഇങ്ങനെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന തരത്തിലാണ് ഈ വോട്ടിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് ഇടതുകോട്ടയായ ആലത്തൂരിനെ വളരെ ഞെട്ടിച്ചുകൊണ്ടാണ് രമ്യ ഹരിദാസ് എന്ന് പറയുന്നത് ജയിച്ചു പോകുന്നത്. അന്ന് ചേലക്കര രമ്യയ്ക്ക് നൽകിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 23,000-ലധികം ഭൂരിപക്ഷത്തിലാണ് രമ്യ അന്ന് ചേലക്കര രമ്യയ്ക്ക് നൽകിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. അത് പക്ഷേ 2 വർഷം കഴിഞ്ഞ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ ഇവിടുന്ന് ജയിക്കുന്നത് 39,000-ലധികം വരുന്ന ഭൂരിപക്ഷത്തിലാണ്. അപ്പോൾ 2 വർഷം കൊണ്ട് ഒറ്റയടിക്ക് ഈ 23,000-ൽ നിന്ന് രമ്യയ്ക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിൽ നിന്ന് 39,000-ഓളം വരുന്ന ഭൂരിപക്ഷത്തിലേക്ക് കെ രാധാകൃഷ്ണൻ മാറുന്നു. അപ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും തിരിയാവുന്ന ഒരു 10-15% വരുന്ന വോട്ട് അത് ചേലക്കരയിലുണ്ട്. അത് തന്നെയാണ് UDF ഇപ്പോൾ ഏറ്റവും അധികം പ്രതീക്ഷ വയ്ക്കുന്നത്. അതായത് സ്വിംഗ് വോട്ട് ഏറ്റവും അധികമുള്ള ഒരു മണ്ഡലമാണ് ചേലക്കര എന്ന് പറയുന്നത്. മാത്രമല്ല ഞാനിപ്പോൾ നിൽക്കുന്ന UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ അന്ന് UR പ്രദീപ് മത്സരിക്കുമ്പോൾ ഭൂരിപക്ഷം കുറവായിരുന്നു. മാത്രമല്ല കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ BJPയുടെ വളർച്ച, 3 ഇരട്ടിയിലേക്കുള്ള BJPയുടെ വളർച്ച, അവിടെയും വോട്ട് സ്വിംഗ് കാണുന്നുണ്ട്. അപ്പോൾ നല്ല സ്ഥാനാർത്ഥിയാണെങ്കിൽ, സ്വീകരിക്കാൻ കഴിയുന്നൊരു രാഷ്ട്രീയ അന്തരീക്ഷമാണെങ്കിൽ ഏത് നിലയിലും അവിടെ തീരുമാനമുണ്ടായേക്കാം എന്നൊരു സൂചന ഈ വോട്ടിംഗ് പാറ്റേണില്ല, വോട്ട് സ്വിംഗിന്റെ കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ തോന്നുന്നുണ്ടല്ലേ ഷിനോജ്? തീർച്ചയായും രതീഷ്, കാരണം അത് തന്നെയാണ് അവർ പറയുന്നത്, UDF നേതാക്കളൊക്കെ പറയുന്നത്. കാരണം ഇത് പിടിച്ചെടുക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. കാരണം ഇത്തരത്തിൽ മണ്ഡലം LDFിൻ്റെ കയ്യിലേക്ക് കഴിഞ്ഞ 28 വർഷമായി ഇവിടെ കിട്ടാൻ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അത് കെ രാധാകൃഷ്ണൻ ജനകീയത, കെ രാധാകൃഷ്ണൻ ഒരു മന്ത്രി എന്ന നിലയിൽ, ഒരു സ്പീക്കർ എന്ന നിലയിലൊക്കെയുള്ള ജനസ്വീകാര്യത, അതുകൊണ്ട് തന്നെയാണ് ഈ മണ്ഡലം ഇത്തരത്തിൽ പോയത്. മാത്രമല്ല ഈ മണ്ഡലം കിട്ടില്ല എന്നൊരു തോന്നൽ UDF പ്രവർത്തകർക്ക് പോലും ഉണ്ടായിരുന്നു. കാരണം ആ രീതിയിൽ വലിയ രീതിയിൽ പ്രവർത്തനമൊന്നും തന്നെ അവർ നടത്തിയിരുന്നില്ല. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, മണ്ഡലത്തിൻ്റെ പ്രവർത്തിച്ചു വരികയായിരുന്നു. അതുകൊണ്ട് ഇത്തവണ ഒരു മാറ്റമുണ്ടാകും. മാത്രം ഈ പരമ്പരാഗതമായുള്ള ലീഗ് വോട്ടുകളൊക്കെ തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കെ രാധാകൃഷ്ണൻ അനുകൂലമായാണ് പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അതിൽ മാറ്റമുണ്ടാകും. കാരണം ലീഗിലെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ കൊണ്ടിറക്കി സ്ക്വാഡ് പ്രവർത്തനങ്ങളൊക്കെ തന്നെ UDF നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു പാക്കേജായിട്ട് ആ വോട്ടെല്ലാം രമ്യയിലേക്ക് വരും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് എന്തായാലും UDF കേന്ദ്രങ്ങൾ വച്ച് പുലർത്തുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ തോന്നൂർക്കര UP സ്കൂൾ എന്ന് പറയുന്നത് ഇത് LDFിൻ്റെ ശക്തമായ കോട്ടയാണ്. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും കഴിഞ്ഞ ഇപ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണനേക്കാളും 9 വോട്ട് അധികം രമ്യ ഹരിദാസിനുണ്ട ഒരു ബൂത്താണ്. കാരണം ഈ രാധാകൃഷ്ണൻ്റെ ബൂത്ത് 75 നമ്പർ ബൂത്തിൽ പോലും രാധാകൃഷ്ണനേക്കാൾ വോട്ട് രമ്യയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ ആ തരത്തിൽ എങ്ങോട്ട് വേണമെങ്കിലും ചിന്തിക്കാവുന്ന തരത്തിലുള്ള, എങ്ങോട്ട് വേണമെങ്കിലും അറിയാവുന്ന തരത്തിലുള്ള സ്വിംഗ് വോട്ട് ചേലക്കരയിലുണ്ട്. അതാണ് ഈ 3 മുന്നണികളെയും ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നതും ഏറ്റവും കൂടുതൽ കൗതുകപ്പെടുത്തുന്നതുമായ കാര്യം. എന്തായാലും LDFിനെ സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നത് അവർ ഉറച്ച ഇടതുപക്ഷ വോട്ടുകൾ അത് ചേലക്കരയിലുണ്ട്. അത് എങ്ങോട്ടും പോകത്തില്ല, അത് തങ്ങൾക്ക് തന്നെ കിട്ടും. ഒരു 10,000-ഓളം വരുന്ന ഭൂരിപക്ഷത്തിൽ ജയിച്ച് കയറുമെന്ന പ്രതീക്ഷ തന്നെയാണ് LDF ക്യാമ്പിനുള്ളത്. ശരി, ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും പലവിധ കണക്കുകൂട്ടലുകളിൽ തന്നെയാണ് മുന്നണികൾ. തോന്നൂർക്കരയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ചേലക്കരയിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറുഭാഗത്ത് ദേശമംഗലത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഒപ്പം വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ദൃശ്യങ്ങളുമൊക്കെ നമ്മൾ കാണുകയാണ്. ഇപ്പോൾ സമയം 6:24, 7 മണിക്ക് പോളിംഗ് തുടങ്ങാൻ പോവുകയാണ്. പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാർ എത്തിത്തുടങ്ങാനുള്ള സമയമാവുകയാണ്. രാവിലെ പതിവായി വോട്ട് ചെയ്യുന്ന ശീലമുള്ള ആളുകളെയൊക്കെ നമുക്ക് പലയിടത്തും സ്ഥിരമായി ഈ വോട്ടെടുപ്പ് ദിവസം കാണാൻ കഴിയുന്നതാണ്. അത്തരത്തിൽ ആളുകളൊക്കെ എത്താനുള്ള സമയമാകുന്നു. 6:00-ലേക്ക് എത്തുകയാണ്. 7 മണിക്ക് പോളിംഗ് തുടങ്ങാൻ പോകുന്നു. മോക്ക് പോളിംഗ് എല്ലായിടത്തും നടക്കുകയാണ്. മോക്ക് പോളിംഗിൽ എവിടെയും എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായി ഇതുവരെയും വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല.